Hello everyone, welcome to iPlus. എഡിറ്റോറിയൽ അനാലിസിസ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എഡിറ്റോറിയൽസിൻ്റെ അനാലിസിസ് ഇങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്തു. ഇപ്പോൾ ഹിന്ദുവിൻ്റെയും ഡെക്കാ ക്രോണിക്കിളിൻ്റെയും പിന്നെ ഇപ്പോൾ ഫസ്റ്റ് പോസ്റ്റിൻ്റെ എല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് വായിച്ചപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും ലീഗൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് നിങ്ങൾക്കൊന്നുമില്ല, ഒരു ജനറൽ നോളജും ആവും. അതിൽ നിന്ന് കുറേ എപ്പോഴും ഈ ലീഗൽ അത്തരം മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വാക്കുകൾ, ആവശ്യമുള്ള ഫോറിൻ എക്സ്പ്രഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു ആർട്ടിക്കിളിൽ ഞാൻ കണ്ട ഒരു വാർത്ത, അതുമായി ബന്ധപ്പെട്ട ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നടത്തുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഇതായിരുന്നു ആ വാർത്ത. സുപ്രീം കോർട്ട് ടേക്സ് കോഗ്നിസൻസ് ഓഫ് ഡിലേ ഇൻ കേസസ് ഇൻവോൾവിംഗ് ആക്സസ് ടു ലൈഫ് സേവിംഗ് ഡ്രഗ്സ്. ദ സുപ്രീം കോടതി ടേക്സ് കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓഫ് ഡിലേ ഇൻ കേസസ് ഇൻവോൾവിംഗ് ആക്സസ് ടു ലൈഫ് സേവിംഗ് ഡ്രഗ്സ്. പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ചില മരുന്നുകളുണ്ട്. അപ്പോൾ ആ മരുന്നുകൾക്ക്, ഈ പറയുന്ന പോലെ മരുന്നുകളിലേക്ക്, ആ മരുന്നുകൾ പലപ്പോഴും പല ആൾക്കാർക്കും, എല്ലാ ആൾക്കാർക്കും ഒരേപോലെ മരുന്നുകൾ ലഭ്യമാവണമെന്നില്ല. ഈ പറഞ്ഞ അതിന്റെ കോസ്റ്റ്, അതിന്റെ അവൈലബിലിറ്റി ഒക്കെ കാരണം. അപ്പൊ അത്തരം വിഷയങ്ങളിൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ പാസേജ്? This is ideal for an High Court Assistant Descriptive Paper because കാരണം ഈ വാർത്തയിൽ it combines constitutional law, health care, judicial delay, public policy, patents and Article 21. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അത്യാവശ്യം ഇതിൽ വന്നിട്ടുണ്ട്. So it has enough depth for comprehension, presi and vocabulary. ഒരു കോംപ്രിഹെൻഷൻ, പ്രസി, വൊക്കാബുലറി, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ വാർത്തയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത്ര വലിയൊരു വാർത്തയല്ല, അത്യാവശ്യം ഒരു 400 വേർഡ്സിന് അടുപ്പിച്ച് വരുന്ന ഒരു വാർത്തയായിരുന്നു. നമുക്ക് നോക്കാം. The Supreme Court on Friday took suo motu cognizance. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ലേ, നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസിന് വേണ്ട ചില കാര്യങ്ങൾ ഇത്തരം പാസേജുകളിൽ നിന്ന് കിട്ടും. Of delays in cases involving access to life-saving drugs after a pending Kerala High Court matter over a breast cancer drug name came to its notice. Supreme Kodadi ഒരു suo motu cognizance of delays in cases involving life-saving drugsുമായി പ്രധാനപ്പെട്ട മരുന്നുകളുമായി ബന്ധപ്പെട്ട അതിലെ ആക്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതി ഒരു suo motu cognizance എടുത്തു. കാരണം എന്താണ്? ആഫ്റ്റർ എ പെൻഡിങ് കേരള ഹൈക്കോർട്ട് മാറ്റർ, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റർ, പെൻഡിങ് ആയി കടന്ന ഒരു മാറ്റർ, ഓവർ എ ബ്രസ്റ്റ് ക്യാൻസർ ഡ്രഗ് കെയിം ടു ഇറ്റ്സ് നോട്ടീസ്. ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന ഒരു മരുന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കുറെ കാലമായിട്ട് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ പെൻഡിങ്ങിനായി കിടക്കുകയായിരുന്നു. അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ ഒരു suo motu cognizance എടുത്തു. നോക്കാം. എ ബെഞ്ച് ഹെഡഡ് ബൈ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ആ ബെഞ്ചിലെ മറ്റ് ജഡ്ജസ് കംപ്രൈസിംഗ് ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി ആൻഡ് വി മോഹന, ഹിയറിംഗ് ദ കേസ്. ആ കേസിന് പേര് ഇൻ RE. കണ്ടില്ല, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മീൻസ് റെഫർ ചെയ്യാണ്, ഏത് കേസാന്ന് റെഫർ ചെയ്യാണ്. ആക്സസ് ടു ലൈഫ് സേവിംഗ് മെഡിസിൻസ് ആൻഡ് ജുഡീഷ്യൽ എക്സ്പീഡിയൻസി ഇൻ ആർട്ടിക്കിൾ 21 മാറ്റേഴ്സ്. അപ്പൊ അത് ആ റെഫറൻസിൽ പറയുകയാണ്, റെഫർ ടു ദ കേരള ഹൈക്കോർട്ട് പ്രൊസീഡിങ്സ് ഓൺ റിബോസിബ്ലിൻ. അപ്പൊ ഇതാണ് ഒരു മരുന്നിന്റെ പേര്. ഇറ്റ്സ് കോൾഡ് റൈബോസൈക്ലിൻ എന്നാണ്. റൈബോസൈക്ലിൻ. ഓക്കെ, റൈബോസൈക്ലിൻ. ഞാൻ ഇങ്ങനെ പല ആൾക്കാരുടെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു. ചിലർ റിബോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി റൈബോസൈക്ലിൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മരുന്നുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സ് റെഫർ ചെയ്തുകൊണ്ട് എന്താണ് ഈ റൈബോസൈക്ലിൻ എന്ന് പറയുന്നത്? എ പേറ്റന്റഡ് മെഡിസിൻ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് HR-positive, HR2 നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, HR-positive, HR2 നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഒരു പേറ്റന്റഡ് മെഡിസിൻ ആണ് ഈ റൈബോസൈക്ലിൻ, വിച്ച് ഹാഡ് ബീൻ ലിസ്റ്റഡ് 57 times വിത്തൗട്ട് റീച്ചിങ് എ കൺക്ലൂഷൻ. കണ്ടില്ലേ, കേരള ഹൈക്കോടതി ഈ സംഭവം, ഈ മരുന്നുമായി ബന്ധപ്പെട്ട ഈ കേസ് 57 തവണ വാദം കേട്ടു, പക്ഷെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നില്ല. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ ഏകദേശം നമുക്ക് ഐഡിയ കിട്ടി. സുപ്രീം കോടതി ഈ പറഞ്ഞ ലൈഫ് സേവിംഗ് ഡ്രഗ്സിന്റെ ആക്സസ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഏറെക്കാലമായിട്ട് പെൻഡിങ് കടന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് നടത്തിയത്. ആരൊക്കെ ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നു, ആ മരുന്ന് ഏതാണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു.
The court said, കോടതി പറഞ്ഞു, it will issue notice in the case. ഈ കേസിൽ ഒരു നോട്ടീസ് അയക്കും. It also directed the Kerala High Court to take up its pending suo motu proceedings at the earliest. ഏറെ കാലമായിട്ട് പെൻഡിങ് ആയിരുന്ന കാര്യം കേരള ഹൈക്കോടതിക്ക് ഒരു ഡിറക്ഷൻ കൊടുക്കുകയാണ് സുപ്രീം കോടതി, ടു ടേക്ക് അപ്പ് ഇറ്റ്സ് പെൻഡിങ് സോ മോട്ടോ പ്രൊസീഡിങ്സ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രൊസീഡിങ്സ് ആരംഭിക്കുക. ഇറ്റ് നോട്ടഡ് ദാറ്റ്, വ്യക്തമായിട്ട് നിരീക്ഷിച്ചു, ദാറ്റ് the HC decodes the matter and issues directions. എത്രയും പെട്ടെന്ന് ഈ വിഷയം പഠിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. Those may be followed on a pan Indian basis. Pan India basis. ഇത് കേരളത്തിലാണ് സംഭവിക്കുന്നതെങ്കിലും ഇത് രാജ്യം മൊത്തത്തിൽ ഈ പറയുന്ന പോലെ ആ ഡിറക്ഷൻസ്, അതായത് ഈ കാര്യത്തിൽ കോടതി മുന്നോട്ട് വെക്കുന്ന ഡിറക്ഷൻസ്, പറയുന്ന വിവരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പാൻ ഇന്ത്യ ബേസിസിൽ ഫോളോ ചെയ്യപ്പെടണം. ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളും ഇത് ഫോളോ ചെയ്യണം. The case pertains to bringing down ribociclib's price. ഈ കേസ് എന്താണ് സംഭവം? Pertains to bringing down ribociclib's price. ഈ റൈബോസൈക്ലിബ് എന്ന് പറയുന്ന മരുന്നിന്റെ വില നല്ല വിലയാണ്, അപ്പൊ വില കുറച്ചൊന്ന് താഴ്ത്തുക എന്ന ഉദ്ദേശമാണ് ത്രൂ ഡൊമസ്റ്റിക് മാനുഫാക്ചർ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് മാനുഫാക്ചർ ചെയ്ത് അതിന്റെ വില കുറയ്ക്കുക എന്നൊരു ആവശ്യമാണ് ഈ കേസ്. എ റിക്വസ്റ്റ് ദ സെൻഡർ റിജക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട്സ്. പക്ഷെ ഈ റിക്വസ്റ്റ് കേന്ദ്രം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തതാണ്. ഓൺ ദ ഗ്രൗണ്ട്സ് ദാറ്റ് ബ്രസ്റ്റ് ക്യാൻസർ ഡിഡ് നോട്ട് മീറ്റ് ദ ത്രഷോൾഡ് ഓഫ് നാഷണൽ അർജൻസി. കണ്ടില്ലേ, നാഷണൽ, അതായത് ഭയങ്കരമായ രീതിയിൽ, വലിയ രീതിയിൽ അർജൻസി വേണ്ട കാര്യത്തിന്റെ മിനിമം എക്സ്പെക്ടേഷൻസ് ബ്രസ്റ്റ് ക്യാൻസർ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ സെന്റർ റിജക്ട് ചെയ്ത ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ നമുക്ക് തോന്നും, അല്ലേ? അപ്പൊ ഈ പാസേജിൽ കോടതി പറയുന്നത് എത്രയും പെട്ടെന്ന് കേരള ഹൈക്കോടതി ഇതിന്റെ പ്രൊസീഡിങ്സ് മുമ്പോട്ട് പോകണം. മാത്രമല്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിൽ ഡയറക്ഷൻസ് പറയണം. അത് എല്ലാ സംസ്ഥാനങ്ങളും ഫോളോ ചെയ്യണം. ഈ കേസ് എന്ന് പറയുന്നതാണ് റൈബോസൈക്ലിബിനെ ഡൊമസ്റ്റിക്കലി നമ്മുടെ നാട്ടിൽ തന്നെ അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റണം, അതുവഴി അതിന്റെ വില കുറയ്ക്കാൻ പറ്റണം, എന്നാലേ എല്ലാവർക്കും അതിനകത്തൊരു ആക്സസ് കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ഒരു ആവശ്യം പറയുന്ന പോലെ കേന്ദ്രം എന്ത് ചെയ്തു? അത് റിജക്ട് ചെയ്തതാണ്. കാരണം എന്താണ്? ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നാഷണൽ അർജൻസിയിൽ വരുന്ന കാര്യമല്ല. വിചിത്രമല്ലേ? ദ ഒറിജിനൽ പെറ്റീഷണർ, ആരാണ് ഈ പെറ്റീഷൻ കൊടുത്തത്? ദ ഒറിജിനൽ പെറ്റീഷണർ എ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൈഡ് ഡ്യൂറിങ് ദ പെൻഡൻസി ഓഫ് ദ പ്രൊസീഡിങ്സ്. കണ്ടില്ലേ, ഒരുപാട് നാളായിട്ട് കേസ് കേട്ടത്, കേസ് നടന്നുകൊണ്ടിരിക്കവേ തന്നെ എന്ത് ചെയ്തു? ആ കേസ് കൊടുത്ത പെറ്റീഷണർ മരിച്ചു. ട്രാജഡി. The High Court then expanded the scope of the matter and converted it into a suo motu public interest litigation, പൊതു താൽപര്യ ഹർജി, concerning the pricing and accessibility of life-saving medicines. പിന്നീട് ഹൈക്കോടതി എന്ത് ചെയ്തു? expanded the scope of the matter. ഈ വിഷയത്തിന്റെ സ്കോപ്പ് വലുതാക്കുകയും എന്നിട്ട് അതിനെ ഒരു suo motu PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആക്കി മാറ്റുന്നു, കൺസേണിംഗ് ദ പ്രൈസിംഗ് ആൻഡ് ആക്സസിബിലിറ്റി ഓഫ് ലൈഫ് സേവിംഗ് മെഡിസിൻസ്. ദ സുപ്രീം കോർട്ട്സ് ഇന്റർവെൻഷൻ, ഇടപെടൽ, ഫോളോസ് എ ജൂലൈ 10 റെപ്രസെന്റേഷൻ. ഇവിടെ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാണ് അർത്ഥം. ഓക്കെ, ഫോളോസ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ എങ്ങനെയാണ് വന്നത്? ഫോളോസ് എ ജൂലൈ 10 റെപ്രസെന്റേഷൻ. ജൂലൈ 10 ഒരു അപേക്ഷ വന്നു ടു ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിക്ക് വന്ന ഒരു അപേക്ഷ വിത്ത് കോപ്പീസ് ടു ദ പ്രസിഡന്റ്. ആ അപേക്ഷയിൽ പ്രസിഡന്റിനും എന്തായിരുന്നു? ഇറ്റ് ഹാഡ് കോപ്പീസ് ടു ദ പ്രസിഡന്റ് ആൻഡ് ദ CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ആ പരാതി പോയിരുന്നു, ആ ഒരു ആവശ്യം പോയിരുന്നു. ഫ്രം ജോത്സ്ന സിംഗ്. എവിടെ നിന്നാണ് വന്നത്? ഫ്രം ജോത്സ്ന സിംഗ് ആൻഡ് KM ഗോപകുമാർ. ആരാണ്? കോ കൺവീനേഴ്സ് ഓഫ് ദ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ആക്സസ് ടു മെഡിസിൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇതൊരു സംഘടനയാണ്, വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ആക്സസ് ടു മെഡിസിൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അതിന്റെ കോ കൺവീനേഴ്സ് ആയ KM ഗോപകുമാറും ജോത്സ്ന സിംഗും കൂടെ ചേർന്നാണ് ഈ പറയുന്ന പോലെ ഈ അപേക്ഷ എഴുതി അയക്കുന്നത്. ആർക്കൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? ഈ പറയുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്, പ്രസിഡന്റ്, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇത്രയും പേർക്കായിരുന്നു. ദ ലെറ്റർ സോട്ട്. ഇനി അവർ അയച്ച അപേക്ഷയിൽ ഇവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു? സോട്ട് അർജന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർവെൻഷൻ. അവർക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ഭരണതലത്തിലുള്ള ഇടപെടലായിരുന്നു. ടു ഫാസ്റ്റ് ട്രാക്ക് ദ കേസ്. ആ കേസ് എത്രയും പെട്ടെന്ന് സ്പീഡിൽ അത് ഒത്തുതീർപ്പാക്കണം. Noting that pleadings had long concluded even as the matter kept coming up without a final hearing. വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരു ഫൈനൽ ഹിയറിംഗിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് സ്പീഡിൽ കാര്യങ്ങൾ തീർക്കണം.
ദ റെപ്രസെന്റേഷൻ സ്റ്റേറ്റഡ് ദാറ്റ്, അപേക്ഷയിൽ പറഞ്ഞത് ഈ റൈബോസൈക്ലിബ് എന്ന് പറയുന്ന മരുന്നിന് ഏകദേശം 78,468 രൂപയാണ് പെർ മന്ത്. അതെല്ലാവർക്കും ഇപ്പോൾ ആക്സസിബിൾ അല്ല, ശരിയല്ലേ? ആൻഡ് റിമെയിൻസ് അണ്ടർ പേറ്റന്റ് പ്രൊട്ടക്ഷൻ. പേറ്റന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പേറ്റന്റ് എന്താണെന്നറിയാമല്ലോ, പേറ്റന്റ് പ്രൊട്ടക്ഷൻ. ഇറ്റ് സെഡ് ദ ഒറിജിനൽ പെറ്റീഷൻ സോട്ട് എ ഗവൺമെന്റ് യൂസ് ലൈസൻസ്. അപ്പോൾ ഒറിജിനൽ പെറ്റീഷൻ ആവശ്യപ്പെട്ടിരുന്നത് എന്താണ്? എ ഗവൺമെന്റ് യൂസ് ലൈസൻസ് അണ്ടർ ദ പേറ്റന്റ്സ് ആക്ട്. പേറ്റന്റ്സ് ആക്ടിന് കീഴിൽ ഒരു ഗവൺമെന്റ് യൂസ് ലൈസൻസ് വേണം. എന്തിന്? ടു ഫെസിലിറ്റേറ്റ് ദ മാനുഫാക്ചർ ഓഫ് എ ലോവർ കോസ്റ്റ് വേർഷൻ ഓഫ് ദ മെഡിസിൻ. നമ്മുടെ നാട്ടിൽ ചെറിയ കോസ്റ്റിൽ ഈ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഒരു ഗവൺമെന്റ് യൂസ് ലൈസൻസ് വഴി, പേറ്റന്റ്സ് ആക്ടിന് കീഴിലുള്ള ഗവൺമെന്റ് യൂസ് ലൈസൻസ് വഴി മാത്രമേ സാധ്യമാവൂ. ദ ഗ്രൂപ്പ് സെഡ് ദാറ്റ്, ഇപ്പൊ ഈ സംഘടന പറഞ്ഞു, ദാറ്റ് ദ അൺടൈംലി ഡിമൈസ് ഓഫ് ദ പെറ്റീഷണർ ഇൻ ദിസ് മാറ്റർ. പരാതി കൊടുത്ത ആള് പെട്ടെന്ന് തന്നെ മരിച്ചു, ഈ കേസ് ഒത്തുതീർപ്പാവുന്നതിന് മുമ്പ് മരിച്ചു. ഹൈലൈറ്റ്സ്, അതെടുത്ത് കാണിക്കുന്നത് ദ ഡെവസ്റ്റേറ്റിംഗ് ഹ്യൂമൻ കോസ്റ്റ് ഓഫ് ജുഡീഷ്യൽ ഡിലേസ്. ഈ കോടതിയിൽ വരുന്ന ഡിലേസ് കാരണം പൊലിഞ്ഞു പോകുന്ന മനുഷ്യജീവന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഇൻ കേസസ് ഇൻവോൾവിംഗ് ആക്സസ് ടു ലൈഫ് സേവിംഗ് ഡ്രഗ്സ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന മരുന്നുകളുമായി ബന്ധപ്പെടുത്തി അത്തരം വിഷയങ്ങളിൽ കോടതി വരുത്തുന്ന താമസം കാരണം കൊഴിഞ്ഞു പോകുന്ന മനുഷ്യജീവിതങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്ന പോലെ പെറ്റീഷൻ എന്ന മരണമെന്ന് അതിൽ ലെറ്ററിൽ എടുത്തു പറയുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ്, ജൂലൈ 15 കേരള ഹൈക്കോടതി ഇൻ ദ സുവമോട്ടോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ടൈറ്റിൽ, ആ ലിറ്റിഗേഷന്റെ ടൈറ്റിൽ ഇതാണ്, എക്സോർബിറ്റന്റ് പ്രൈസിംഗ് ഓഫ് ലൈഫ് സേവിംഗ് പേറ്റന്റഡ് മെഡിസിൻസ് സോട്ട്. ഇതിൽ കേരള ഹൈക്കോടതി സോട്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻസ്, വിദഗ്ധരുടെ ഉപദേശങ്ങൾ തേടി ഫ്രം ദ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, അതുപോലെ ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്തിൽ നിന്നും, അതോടൊപ്പം ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ എന്നിവരിൽ നിന്ന് ഉപദേശങ്ങൾ തേടി ഓൺ വെദർ പാൽബോസൈക്ലിബ്. എന്താണ് ഉപദേശം തേടിയത്? ഇതാണ് അവർക്ക് വേണ്ടിയിരുന്ന ഉപദേശം തന്നത്. പാൽബോസൈക്ലിബ് എന്ന് പറയുന്ന ഒരു ലെസ് എക്സ്പെൻസീവ് മെഡിസിൻ ഉണ്ട്, അവൈലബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇത്തിരി വില കുറഞ്ഞ മെഡിസിൻ ആണ് പാൽബോസൈക്ലിബ്. അതിന് ഇറ്റ് കുഡ് സെർവ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു റൈബോസൈക്ലിബ് ആൻഡ് അബെമാസൈക്ലിബ്. റൈബോസൈക്ലിബ്, അബെമാസൈക്ലിബ് എന്ന് പറയുന്ന രണ്ട് വില കൂടിയ മരുന്നുകളെ വെച്ച് നോക്കുമ്പോൾ അതിന് പറ്റിയ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ആണോ പാൽബോസൈക്ലിബ് എന്ന കാര്യത്തിൽ, കാരണം അത് കുറച്ചുകൂടെ വില കുറഞ്ഞ മരുന്നാണ് എന്ന കാര്യത്തിൽ ഇത്ര ആൾക്കാരോട് കേരള ഹൈക്കോടതി വിദഗ്ധ ഉപദേശം തേടി. അപ്പോൾ വളരെ എന്താ പറയുക, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോറി കൂടെയായിരുന്നു. അപ്പോൾ ഈ പാസേജ് വായിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത് നമുക്ക് നോക്കാം. ഒന്ന്, ജസ്റ്റിസ് ഡിലൈഡ് ഇൻ ഹെൽത്ത് കെയർ ക്യാൻ ബിക്കം ജസ്റ്റിസ് ഡിനൈഡ്. പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജസ്റ്റിസ്, നീതി വൈകിപ്പിച്ചാൽ നീതി കിട്ടുന്നില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, ദ സുപ്രീം കോർട്ട് നോട്ടീസ് ദാറ്റ് കേരള ഹൈക്കോർട്ട് ഹാഡ് ഹേർഡ് ദ റൈബോസൈക്ലിബ് കേസ്. ഈ കേസ് 57 തവണ കേൾക്കുന്നു വിത്തൗട്ട് ഡെലിവറിംഗ് എ ഫൈനൽ ജഡ്ജ്മെന്റ്. ഒരു അവസാന തീർപ്പ് പറയുന്നില്ല, 57 തവണ വാദം കേട്ടിട്ടുണ്ട്. സാഡ്ലി ഒറിജിനൽ പെറ്റീഷണർ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുക തന്നെ മരിച്ചുപോയി. അപ്പൊ പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണ്? വെൻ ദ ഇഷ്യൂ കൺസേൺസ് ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എവറി ഡേ ഡിലേ മേ കോസ്റ്റ് എ ഹ്യൂമൻ ലൈഫ്. ഒരു ദിവസത്തെ താമസം പോലും ഒരു മനുഷ്യ ജീവിതം ഇല്ലാതാക്കും, അല്ലെ? ഏറ്റവും സാഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആ പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട കാര്യം, ജുഡീഷ്യൽ ഡിലേ, ടൈംലി ജസ്റ്റിസ്, റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21, ഇതൊക്കെ പ്രധാനപ്പെട്ട കീവേഡ്സ് ആണ്. മറ്റൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ഇസ് വൈഡർ ദാൻ മിയർലി പ്രൊട്ടക്ടിങ് ലൈഫ്. ജീവൻ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനും ഈ പറഞ്ഞ പേഴ്സണൽ ലിബർട്ടിക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. സുപ്രീം കോർട്ട് ഇൻഡിക്കേറ്റ്സ് ദാറ്റ്, സുപ്രീം കോടതി പറയുന്നു, ആക്സസ് ടു അഫോർഡബിൾ മെഡിസിൻസ് ഇസ് ഓൾസോ കണക്റ്റഡ് വിത്ത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള മരുന്നുകൾ കിട്ടണമെന്ന് പറയുന്നത്. ഒരു മാസം 78,000 രൂപ എല്ലാ ആൾക്കാർക്കും ചെലവാക്കാൻ പറ്റൂ? ഇല്ല. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും അഫോർഡബിൾ ആയിട്ടുള്ള മരുന്നുകൾ കിട്ടണ്ടേ, പ്രത്യേകിച്ച് ലൈഫ് സേവിംഗ് മെഡിസിൻസ്. സോ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം കൂടാണ്, റൈറ്റ് ടു ഹെൽത്ത്. അപ്പൊ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഫോർഡബിൾ ആയിട്ട് മരുന്നുകൾ കിട്ടാനുള്ള അവകാശം കൂടെയാണ്. ദിസ് റിഫ്ലെക്ട്സ് ദ എക്സ്പാൻഡിങ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. കണ്ടില്ലേ, അപ്പം നമ്മുടെ മൗലിക അവകാശങ്ങളുടെ വ്യാഖ്യാനത്തിന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. പ്രധാനപ്പെട്ട ഇൻസൈറ്റ് 3, പേറ്റന്റ് റൈറ്റ്സ് മസ്റ്റ് ബി ബാലൻസ്ഡ് വിത്ത് പബ്ലിക് ഹെൽത്ത്. പേറ്റന്റ് റൈറ്റ്സ് ഒക്കെ ഓക്കെയാണ്, ഓക്കെ, പക്ഷെ അതിനെ നമ്മൾ പബ്ലിക് ഹെൽത്തുമായിട്ട് ബാലൻസ് ചെയ്യണം. കാരണം റൈബോസൈക്ലിബ് എന്ന് പറയുന്ന മരുന്നിന് 78,468 രൂപയാണ് ഒരു മാസം, മേക്കിംഗ് ഇറ്റ് അൺഅഫോർഡബിൾ ഫോർ മെനി പേഷ്യൻസ്. പല പേഷ്യൻസിനും അത് കിട്ടുന്നില്ല. ദ പെറ്റീഷൻ ഡിമാൻഡഡ് എ ഗവൺമെന്റ് യൂസ് ലൈസൻസ് സോ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് കുഡ് പ്രൊഡ്യൂസ് ചീപ്പർ വേർഷൻസ്.
ഇപ്പൊ പെറ്റീഷൻ കൊടുത്ത ആളുടെ ആവശ്യം എന്താണ്? ഒരു ഗവൺമെന്റ് യൂസ് ലൈസൻസ് വേണം, അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ചീപ്പർ വെർഷൻ മാനുഫാക്ചർ ചെയ്യാമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ ചോദ്യം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഷുഡ് പേറ്റന്റ് പ്രൊട്ടക്ഷൻ പ്രിവെയിൽ ഓവർ സേവിങ് ഹ്യൂമൻ ലൈഫ്സ്? പേറ്റന്റ് പ്രൊട്ടക്ഷൻ ആണോ മുൻഗണന, അതോ മനുഷ്യ ജീവിതം സംരക്ഷണമാണോ മുൻഗണന? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദ ആർട്ടിക്കിൾ ഡസ് നോട്ട് റിജക്ട് പേറ്റന്റ്സ്. പേറ്റന്റുകൾ വേണ്ട എന്നല്ല ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ബട്ട് ആസ്ക് വെദർ പബ്ലിക് ഹെൽത്ത് ഡിസേർവ്സ് ഗ്രേറ്റർ പ്രയോറിറ്റി ഡ്യൂറിംഗ് മെഡിക്കൽ എമർജൻസീസ്. പേറ്റന്റുകൾ വേണ്ടെന്നല്ലല്ലോ, ഇത്തരം അത്യാസന കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ പബ്ലിക് ഹെൽത്ത്, പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനല്ലേ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻസൈറ്റ് 4, കോർട്സ് ആർ ബിക്കമിങ് ആക്റ്റീവ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് പബ്ലിക് വെൽഫെയർ. കണ്ടില്ലേ, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇപ്പോൾ കോടതികളുടെ ആക്റ്റീവായിട്ടുള്ള ഇടപെടലുണ്ട്. സുപ്രീം കോടതി എന്ത് ചെയ്തു? സോ മോട്ടോ കോഗ്നിസൻസ് എടുത്തു, പെട്ടെന്ന് ഏർലി ഡിസ്പോസൽ, പെട്ടെന്ന് ഈ കേസ് തീർക്കണം എന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ഡിസിഷൻ മേ ബിക്കം എ നാഷണൽ മോഡൽ. കേരള ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ദിസ് റിഫ്ലെക്ട്സ് ജുഡീഷ്യൽ ആക്ടിവിസം ഇൻ മാറ്റേഴ്സ് എഫക്റ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ്. കണ്ടില്ലേ, എല്ലാ വ്യക്തികളുടെയും താല്പര്യങ്ങൾ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു ജുഡീഷ്യൽ ആക്ടിവിസമായിട്ട് നമുക്ക് ഇതിനെ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വൺ ഇൻഡിവിജ്വൽ കേസ് ക്യാൻ ട്രിഗർ എ നേഷൻ വൈഡ് റിഫോം. കണ്ടില്ലേ, ഒരു കേസ് വഴി രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പരിഷ്കരണം ഉണ്ടാവാം. ഒറിജിനലി വൺ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് അപ്രോച്ച് ദ കോർട്ട്. എന്താ സംഭവിച്ചത്? ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് കോടതിയെ സമീപിച്ചു. അവരുടെ മരണത്തിന് ശേഷം ആ കേസ് എന്തായി മാറുന്നു? ഒരു സോ മോട്ടോ പൊതു താല്പര്യ ഹർജിയായി മാറുന്നു. പിന്നീട് സുപ്രീം കോടതി വരെ അതിനകത്ത് ഇടപെടുന്നു. കണ്ടില്ല, അപ്പൊ ഇവൻച്വലി എന്ത് സംഭവിച്ചു? ഈ ഡിസിഷൻ ഒരുപക്ഷെ ഭാവിയിൽ ഡ്രഗ് പ്രൈസിങ്, മരുന്നുകളുടെ വില നിർണ്ണയിക്കുന്നതിന് കാരണമാകാം, പേറ്റന്റ് പോളിസിയിലെ മാറ്റങ്ങൾക്ക് കാരണമാവാം, മെഡിസിന്റെ ആക്സസുമായി ബന്ധപ്പെട്ട കാരണങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവാം. സോ എ സിംഗിൾ പെറ്റീഷൻ ഹാസ് നൗ ബിക്കം എ മാറ്റർ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദേശീയ തലത്തിൽ ശ്രദ്ധ പിടിച്ച ഒരു കാര്യമായിട്ട് ഒരു ചെറിയ കാര്യം മാറിയിരിക്കുന്നു. ഇനി നമുക്ക് പാരഗ്രാഫ് വൈസ് സയന്റിഫിക് അനാലിസിസ് നടത്താം. ഓരോ പാരഗ്രാഫിലും 4 പാരഗ്രാഫായിരുന്നു ഉണ്ടായിരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്. പാരഗ്രാഫ് 1, ഇൻട്രൊഡക്ഷൻ ടു ദ ഇഷ്യൂ നമുക്ക് പരിചയപ്പെടുത്തി. ഒന്നാമത്തെ പാരഗ്രാഫിൽ സുപ്രീം കോടതി സോ മോട്ടോ കോഗ്നിസൻസ് എടുക്കുന്നു. കേരള ഹൈക്കോടതി ആ മാറ്റർ ഡിലേ ചെയ്തെന്ന് പറഞ്ഞു. റൈബോസൈക്ലിന്റെ കേസ് ഹൈലൈറ്റ് ചെയ്തു. സോ ഇവിടുത്തെ ഐഡിയ എന്താണ്? ജുഡീഷ്യൽ ഡിലേ ഇൻ ലൈഫ് സേവിംഗ് മെഡിസിൻ കേസസ് അട്രാക്റ്റഡ് സുപ്രീം കോർട്ട് അറ്റൻഷൻ. സുപ്രീം കോടതി ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, അത് കേരള ഹൈക്കോടതിയുടെ താമസമെന്ന് ലൈഫ് സേവിംഗ് മെഡിസിൻസുമായി ബന്ധപ്പെട്ട് കേസ് തീർപ്പാക്കുന്നതിൽ കേരള ഹൈക്കോടതി വരുത്തിയ താമസം സുപ്രീം കോടതിയുടെ കണ്ണിൽ പെട്ടു. രണ്ടാമത്തെ പാരഗ്രാഫിൽ സുപ്രീം കോടതി ചില ഡിറക്ഷൻസ് ഇഷ്യൂ ചെയ്യുവാണ്. നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു, കേരള ഹൈക്കോടതിയോട് കേസ് പെട്ടെന്ന് തീർക്കാൻ പറയുന്നു. ജഡ്ജ്മെന്റ് എന്താണോ കേരള ഹൈക്കോടതി പറയുന്ന ഡിറക്ഷൻസ്, അതൊരു പാൻ ഇന്ത്യ മോഡലിൽ എന്താ പറയുക, അത് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറയുന്നു. പേറ്റന്റ് ഇഷ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടുത്തെ ഐഡിയ എന്താണ്? കോർട്ടിന് വേണ്ടത് ക്വിക്കർ ഡിസിഷൻസും ഒരു പ്രധാനപ്പെട്ട ഒരു നാഷണൽ പോളിസിയുമാണ്, ദേശീയ തലത്തിൽ ഒരു നയവുമാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഹ്യൂമൻ ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. ഒറിജിനൽ പെറ്റീഷണർ മരിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എക്സ്പാൻഡ് ചെയ്തു, ആക്ടിവിസ്റ്റുകൾ ഇതിനകത്ത് അവരിടപെട്ടു, വലിയ ഫൈനാൻഷ്യൽ ബർഡൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇത്ര രൂപയാണ് മരുന്നിനെന്നുള്ളത്. അപ്പം അവിടെ പറയുന്നത് ജുഡീഷ്യൽ ഡിലേ കോസ്റ്റ് ട്രാജിക് കോൺസിക്വൻസസ്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ താമസം കാരണം ട്രാജിക് കോൺസിക്വൻസ്, വലിയ നഷ്ടങ്ങളുണ്ടായി. ആൻഡ് ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ അഫോർഡബിൾ മെഡിസിൻസ്. നമുക്ക് വാങ്ങാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള മെഡിസിൻസ് വേണമെന്നുള്ള ആവശ്യവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. ലാസ്റ്റ് പാരഗ്രാഫിൽ ഇപ്പോൾ നടക്കുന്ന ഡെവലപ്മെന്റ്സ് എന്താന്ന് പറയും. കേരള ഹൈക്കോടതി മെഡിക്കൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യപ്പെട്ടു. ആൾട്ടർനേറ്റ് മെഡിസിൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അവസാനം ഒരു മരുന്നിന്റെ പേരൊക്കെ പറഞ്ഞല്ലോ, ഈ മരുന്നിന് വരെ ഇതിന് മതിയോ എന്നൊക്കെയുള്ള ഉപദേശം അവർ തേടിയിട്ടുണ്ട്. സോ സയന്റിഫിക് എവിഡൻസ് വിൽ നൗ ഗൈഡ് ഫ്യൂച്ചർ ജുഡീഷ്യൽ ഡിസിഷൻസ്. കണ്ടില്ലേ, സയന്റിഫിക് എവിഡൻസ് അതാണ് ഇനി ഭാവിയിലെ ഈ പറയുന്ന പോലെ ജുഡീഷ്യൽ തീരുമാനങ്ങളെ നയിക്കാൻ പോകുന്നത്. 4 പാരഗ്രാഫിലായിട്ട് കാര്യങ്ങൾ നമ്മൾ കടന്നു. സോ ഓതറിന്റെ ലൈൻ ഓഫ് തോട്ടം നോക്കിയേ, എങ്ങനെയാണ് പാസേജ് വന്നിരിക്കുന്നത്, ലോജിക്കൽ പ്രോഗ്രഷൻ നോക്കിയേ. പ്രോബ്ലം പറഞ്ഞു, അതിൽ നിന്ന് എവിഡൻസിലേക്ക് എത്തി, അതുവഴി ആ ഹ്യൂമൻ ഇൻട്രസ്റ്റിലേക്ക്, ആ ഹ്യൂമൻ ട്രാജഡിയിലേക്ക് വന്നു. കോടതിയുടെ ഇടപെടൽ എന്താന്ന് പറഞ്ഞു, പോസിബിൾ നാഷണൽ റിഫോം, ഇനി വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് എഡിറ്റോറിയൽസ് പലപ്പോഴും സ്ട്രക്ചർ ചെയ്യാറുള്ളത്. ദിസ് ഇസ് ഹൗ, ഇങ്ങനെയാണ് പൊതുവെ വരാറുള്ളത് ആണല്ലോ. ഇനി പാസേജിന്റെ ടോൺ നോക്കിയേ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് പറയുന്നത് അല്ലേ. ഇൻഫോർമേറ്റീവ് ആണ്, പക്ഷം പിടിക്കുന്നില്ല. ഇപ്പൊ പേറ്റൻസ് വേണ്ട, എല്ലാം എടുത്ത് കളഞ്ഞേക്കൊന്നും പറയുന്നില്ല. അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോൺ ആണ് പറയുന്നത്. ലീഗൽ പദങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ഹ്യൂമാനിറ്റേറിയൻ, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഭാഷ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിഫോം ഓറിയന്റഡ് ആണ്.
പരിഷ്കരണം വേണം എന്നാണ് പറയുന്നത്. വൈകാരികതയില്ല, രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. സോ ദ ആർട്ടിക്കിൾ റൈസ് മെയിൻലി ഓൺ ഫാക്ട്സ്, ലീഗൽ ഡെവലപ്മെന്റ്സ് ആൻഡ് പബ്ലിക് പോളിസി. സോ ഈ ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ എന്നിലാണ് ഊന്നി നിൽക്കുന്നത്? വസ്തുതകളിലും ഈ നിയമത്തിന്റെ സാധ്യതകളിലും അതിന്റെ വികസനങ്ങളിലും ഒക്കെയാണ് നിൽക്കുന്നത്. കിട്ടിയല്ലോ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഇൻസൈറ്റ്സും പാസേജിന്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 5 ഹൈ വാല്യൂ കീവേഡ്സ്, പ്രധാനപ്പെട്ട 5 കീവേഡ്സ് എന്തൊക്കെയാണെന്ന് കേട്ടോളൂ. ആർട്ടിക്കിൾ 20 ജുഡീഷ്യൽ എക്സ്പീഡിയൻസി, ആർട്ടിക്കിൾ 21 ആക്സസ് ടു മെഡിസിൻസ്, പേറ്റന്റ് പ്രൊട്ടക്ഷൻ, പബ്ലിക് ഹെൽത്ത്. ഇതാണ് ഈ 4 പാരഗ്രാഫുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൈ വാല്യൂ കീവേഡ്സ്. ഇതാണ്. ഓക്കെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഇൻസൈറ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഈ പാസേജ്? ദ പാസേജ് ഇസ് നോട്ട് മിയർലി അബൌട്ട് മെഡിസിൻ. ഒരു മരുന്നിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഡസ് വെദർ യു ക്യാൻ ഐഡന്റിഫൈ ദ ബ്രോഡർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ. ആ ഒരു ഭരണഘടനാ വിഷയം അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഹിഡൻ തീം ഇതാണ്. ദ സ്റ്റേറ്റ് ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ടു എൻഷുർ ടൈംലി ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ടു ഹെൽത്ത് കെയർ. സ്റ്റേറ്റിന്, നമ്മുടെ ഭരണകൂടത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഉണ്ട്. അവർക്കൊരു കർത്തവ്യമുണ്ട്. എന്താണ്? ടു എൻഷുർ ടൈംലി ജസ്റ്റിസ്, എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ളത് ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. അതുവഴി ഇക്വിറ്റബിൾ ആക്സസ് ടു ഹെൽത്ത് കെയർ, എല്ലാ ആൾക്കാർക്കും, പണമുള്ളവർക്ക് മാത്രമല്ല പണമില്ലാത്തവർക്കും നല്ല ആരോഗ്യം, നല്ല ചികിത്സ, നല്ല മരുന്നുകൾ, ഇതൊക്കെ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളത് അത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. സ്റ്റുഡൻസ് ഹു ഐഡന്റിഫൈ ദിസ് ഡീപ്പർ ഐഡിയ വിൽ റൈറ്റ് അനാലിറ്റിക്കൽ റാങ്ക് സ്കോറിംഗ് ആൻസേഴ്സ്. കണ്ടല്ലോ, അപ്പൊ ഈ പോയിന്റ് മനസ്സിലാക്കുന്ന ആൾക്കാർ റാങ്ക് സ്കോറിംഗ് ആൻസേഴ്സ് അവർക്ക് എഴുതാം. അല്ലാതെ ഫാക്റ്റുകൾ അതുപോലെ നറേറ്റ് ചെയ്തത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, why did the Supreme Court take so much cognizance of the matter involving ribociclib? What larger issue does it seek to address? എന്തുകൊണ്ടാണ് സുപ്രീം കോടതി റൈബോസൈക്ലിബ് എന്ന മരുന്നുമായി ബന്ധപ്പെട്ട് സോ മോട്ടോ കോഗ്നിസൻസ് എടുക്കാൻ കാരണം എന്താണ്? വാട്ട് ലാർജർ ഇഷ്യൂ ഡസ് ഇറ്റ് സീക്ക് ടു അഡ്രസ്? എന്ത് വിഷയമാണ് ഇതുവഴി സുപ്രീം കോടതി അഭിസംബോധന ചെയ്യുന്നത്? ഈ ചോദ്യത്തിൽ എന്തൊക്കെ ഉത്തരങ്ങൾ വരണം? ഒരു റാങ്ക് സ്കോറിംഗ് ആൻസറിൽ വരേണ്ടത് ഇമ്മീഡിയറ്റ് റീസൺ, എന്തുകൊണ്ട് കോടതി ഇത് ചെയ്തു, അതിന്റെ ഉത്തരം കിട്ടണം. അതിന്റെ കാരണം ആ ജുഡീഷ്യൽ ഡിലേ ആണെന്നുള്ളത് പറയണം. ആർട്ടിക്കിൾ 21, രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ലാർജർ ഇഷ്യൂ? എന്ത് വലിയ ഈ വിഷയത്തോടു കൂടി എന്താണ് അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആർട്ടിക്കിൾ 21 ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജനങ്ങളുടെ താല്പര്യം. ഈ 4 പോയിന്റുകൾ ഇതിനകത്ത് വന്നിരിക്കണം. ഇങ്ങനെ ആയിരിക്കും ഒരു മോഡൽ ആൻസർ. ഒരു 90 തൊട്ട് 100 വാക്കിനകത്തുള്ള മോഡൽ ആൻസർ ആണ്. ദ സുപ്രീം കോർട്ട് took so moto cognizance after noticing the extraordinary delay in the High Court's proceedings concerning the accessibility and pricing of ribociclib. സുപ്രീം കോടതി സോ മോട്ടോ കോഗ്നിസൻസ് എടുത്തു. കേരള ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സിലെ ഡിലേ മനസ്സിലായതിനു ശേഷം എന്തിനെ സംബന്ധിക്കുന്ന? റൈബോസൈക്ലിബ് എന്ന മരുന്നിന്റെ ആക്സസിബിലിറ്റിയും പ്രൈസിങ്ങിനെ സംബന്ധിക്കുന്നത്. എന്താണ് റൈബോസൈക്ലിബ്? ഒരു ലൈഫ് സേവിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഡ്രഗ് ആണ്. ദ കേസ് ഹാഡ് ബീൻ ലിസ്റ്റഡ് ന്യൂമറസ് ടൈംസ്. ഒരുപാട് തവണ കേസ് കേട്ടു വിത്തൗട്ട് റീച്ചിങ് എ കൺക്ലൂഷൻ. ആ സമയത്ത് ദ ഒറിജിനൽ പെറ്റീഷണർ ഡൈഡ് ഡ്യൂറിംഗ് ദ പെൻഡൻസി ഓഫ് ദ പ്രൊസീഡിങ്സ്. കണ്ടില്ലേ? അപ്പൊ ആ ഹ്യൂമൻ ട്രാജഡിയും കൂടെ പറഞ്ഞു. റെക്കഗ്നൈസിംഗ് ദ ഡിലേസ്, ഈ താമസങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇൻ ഹെൽത്ത് കെയർ കേസസ് ഡയറക്ട്ലി എഫക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഓഫ് ലൈഫ് അണ്ടർ ആർട്ടിക്കിൾ 21. അപ്പോൾ ഇത്തരം ഡിലേസ് കൃത്യമായിട്ടും ആർട്ടിക്കിൾ 21 വയലേഷൻ ആണെന്ന് മനസ്സിലാക്കിയ കോടതി ദ കോർട്ട് സോട്ട് ടു എൻഷുർ സ്പീഡി ജസ്റ്റിസ്, എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു നീതി നടപ്പാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. സിമ്പിൾ. എല്ലാം വന്നല്ലോ ഇതിനകത്ത്. ഇമ്മീഡിയറ്റ് കോസ് പറഞ്ഞു, കാരണം എന്താന്ന് പറഞ്ഞു, ഒരാളുടെ മരണം അതിന് കാരണമായി എന്നുള്ളത് പറഞ്ഞു, പിന്നെ അതോടൊപ്പം ഇത് ആർട്ടിക്കിൾ 21 കാര്യം പറഞ്ഞു. സിമ്പിൾ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ആൻസർ റൈറ്റിംഗ് ടിപ്പ് കേട്ടോളൂ. സ്റ്റാർട്ട് വിത്ത് ദ റീസൺ. ശ്രദ്ധിച്ചോളൂ, സ്റ്റാർട്ട് വിത്ത് ദ റീസൺ. റീസൺ പറഞ്ഞ് തുടങ്ങണം. കാരണം അതാണല്ലോ ചോദ്യം. എന്ത് കാരണം കൊണ്ടാണ്? റീസൺ പറയുക. എക്സ്പ്ലെയിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ, ഭരണഘടനാ പ്രശ്നം പറയുക. അതോടൊപ്പം ബ്രോഡർ സിഗ്നിഫിക്കൻസ് ആർട്ടിക്കിൾ 21 അവസാനിപ്പിക്കുക. ഇതാണ് നമ്മുടെ റൈറ്റിംഗ് ടിപ്പ്. ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. How does the passage highlight the relationship between
ജുഡീഷ്യൽ ഡിലേ ആൻഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ. ജുഡീഷ്യൽ ഡിലേ അതുപോലെ തന്നെ ആക്സസ് ടു ഹെൽത്ത് കെയർ, ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് ഈ പാസേജ് പറയുന്നത്? ഒരേ സമയം നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖല നല്ലതായിരിക്കണം, അതേസമയം ഈ പറഞ്ഞ ജുഡീഷ്യൽ ഡിലേയും വരുന്നു. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഇവിടെ എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിലേ എന്താണെന്ന് പറയണം, അത് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസസ് പറയണം, പ്രശ്നങ്ങൾ പറയണം. അഫോർഡബിൾ ഹെൽത്ത് കെയറിനെ കുറിച്ച് സംസാരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരണം. അങ്ങനെയെങ്കിൽ ആൻസർ ഇങ്ങനെ വരും. The passage demonstrates that judicial delays can have devastating consequences when they involve life-saving medical treatment. ഈ പാസേജ് പറയുന്നത് ജുഡീഷ്യൽ ഡിലേസിന് വലിയ വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ സാധിക്കും when they involve life-saving medical treatment. The prolonged dependency of the ribociclib case, ആ ribociclib കേസ് ഇങ്ങനെ നീണ്ടുപോയത് കൊണ്ട് it prevented timely resolution of issues related to the affordability of the medicine. ആ മെഡിസിൻ്റെ അഫോർഡബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അതുപോലെ അതിൽ ഒരു തീർപ്പാക്കാൻ സാധിച്ചില്ല. ആൻഡ് ഒറിജിനൽ പെറ്റീഷണർ പാസ്ഡ് അവേ, ഒറിജിനൽ പെറ്റീഷണർ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് ബിഫോർ ജസ്റ്റിസ് കുഡ് ബി ഡെലിവേർഡ്, നീതി നടപ്പാവുന്നതിന് മുമ്പ് തന്നെ അത് മരിച്ചുപോയി. ദിസ് ട്രാജിക് ഔട്ട്കം ഇല്ലസ്ട്രേറ്റ്സ് ദാറ്റ്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്സസ് ടു ഹെൽത്ത് കെയർ ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ മെഡിക്കൽ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റിയെ മാത്രമല്ല ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, ബട്ട് ഓൾസോ ഓൺ എഫിഷ്യന്റ് ജുഡീഷ്യൽ പ്രോസസ്. കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലും കൃത്യമാകുമ്പോഴാണ് ഈ ഹെൽത്ത് കെയർ പോലുള്ള ഡിപ്പാർട്ട്മെന്റ് നല്ലതാവുന്നത്. ദ സുപ്രീം കോർട്ട്സ് ഇന്റർവെൻഷൻ റീഇൻഫോഴ്സസ് ദ പ്രിൻസിപ്പിൾ ദാറ്റ്, സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ എടുത്തു പറയുന്നതാണ് ടൈംലി ജസ്റ്റിസ് ഇസ് എസെൻഷ്യൽ. കൃത്യസമയത്ത് തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നീതി നടപ്പാക്കണം. എന്തിന്? ഫോർ പ്രൊട്ടക്ടിങ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ചില സമയങ്ങളിൽ ഇതുപോലെ കോടതി കൃത്യസമയത്ത് തന്നെ ഇടപെടേണ്ടി വരും. ഇതാണ് കൃത്യമായ ഉത്തരം. കണ്ടല്ലോ, ഇതിൽ നോക്കിയേ, ഡിലേയുടെ കാര്യം പറഞ്ഞു. നെവർ സ്റ്റോപ്പ് വിത്ത് ദെയർ വാസ് എ ഡിലേ. ഡിലേ എന്ന് പറഞ്ഞാൽ നിർത്തരുത്. ഡിലേ എന്താണെന്ന് പറയണം, ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയണം, നമ്മുടെ ജീവന്റെ ഭീഷണിയെ കുറിച്ച് പറയണം, കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസേൺ, ഇത്രയും കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ ഡിലേ എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ പേറ്റന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പേറ്റന്റ് പ്രൊട്ടക്ഷനും പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ എക്സാമിനർ ഉദ്ദേശിക്കുന്നത് പേറ്റന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം, മരുന്നിന്റെ വിലയെക്കുറിച്ച് സംസാരിക്കണം, അഫോർഡബിൾ മെഡിസിനെ കുറിച്ച് സംസാരിക്കണം, ഗവൺമെന്റ് ലൈസൻസ്. ഈ 4 പോയിന്റ് ആണ് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട പാസേജ് ആണ്, പ്രധാനപ്പെട്ട ഉത്തരമാണ്. ദ പാസേജ് പ്രസന്റ്സ് എ സിഗ്നിഫിക്കന്റ് കോൺഫ്ലിക്റ്റ് പ്രൊട്ടക്ടിങ് പേറ്റന്റ്സ്, എൻഷുറിംഗ് അഫോർഡബിൾ ഹെൽത്ത് കെയർ. ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പാസേജ് സംസാരിക്കുന്നു. റൈബോസൈക്ലിബ് റിമൈൻസ് അണ്ടർ പേറ്റന്റ് പ്രൊട്ടക്ഷൻ. റൈബോസൈക്ലിബ് ഇപ്പോഴും പേറ്റന്റ് പ്രൊട്ടക്ഷന്റെ കീഴിലാണ്. മേക്കിംഗ് ഇറ്റ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് സംബന്ധിച്ച് ഭയങ്കര വില കൊടുത്ത് മേടിക്കേണ്ടതാണ്. പെറ്റീഷണർ ആവശ്യപ്പെട്ട എന്താണ്? ഒരു ഗവൺമെന്റ് യൂസ് ലൈസൻസ് ആണ്. എന്തിനു വേണ്ടി? ഒരു ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വഴി ഇത് ചീപ്പറായിട്ട് ഇവിടെ നിർമ്മിക്കാൻ പറ്റും. ബട്ട് ദ പ്രപ്പോസൽ വാസ് റിജക്റ്റഡ്. പക്ഷേ പ്രപ്പോസൽ റിജക്ട് ചെയ്യപ്പെട്ടു. ദിസ് റൈസസ് ആൻ ഇമ്പോർട്ടന്റ് പോളിസി ക്വസ്റ്റ്യൻ. ഇവിടെ വലിയ ചോദ്യം വരുന്നുണ്ട്, വെദർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഷുഡ് ഔട്ട്വേ ദ അർജന്റ് ഹെൽത്ത് കെയർ നീഡ്സ് ഫോർ പേഷ്യൻസ്. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താണ്? പേറ്റന്റ് ആണോ വലുത്, മനുഷ്യജീവനാണോ വലുതെന്നുള്ളത്? The issue highlights the need to balance innovation and commercial interest with the constitutional obligation to protect public health and human life. So ഈ ഇഷ്യൂവിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇന്നോവേഷനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. എന്തിനു വേണ്ടി? പബ്ലിക് ഹെൽത്ത് കെയറിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടി. ഇതാണൊരു കൃത്യമായ ഒരു മോഡൽ ഉത്തരമാണത്. ഇതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് കൃത്യം 2 ഇൻട്രസ്റ്റുകളെ കുറിച്ചും പറയുക. കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും പറയണം, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ കുറിച്ചും പറയണം. അതിന്റെ ബാലൻസ് എന്തുകൊണ്ട് വേണമെന്ന് പറയണം, പബ്ലിക് വെൽഫെയർ. ഇത്രയും പറഞ്ഞു വേണം നമ്മളത് നിർത്താൻ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സീ ദ നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു.